അവരെക്കുറിച്ച് പറയുന്നത് അവർ ഉത്തരേന്ത്യൻ വംശജരാണെന്നാണ്. രാജസ്ഥാനിൽ നിന്ന് നൂറുകണക്കിന് വർഷങ്ങൾക്ക് മുൻപ് കുടിയേറിയ അവർ റൊമേനിയ, ബൾഗേറിയ തുടങ്ങിയ കിഴക്കൻ യൂറോപ്പിലേക്കും മറ്റ് മിക്ക യൂറോപ്യൻ രാജ്യങ്ങളിലും അവരുണ്ട്. അവരെ റോമക്കാരെന്ന് വിളിക്കും. അവരിൽ ചിലർ മിഡിൽ ഈസ്റ്റിലാണ്. അവയിൽ നവാറും മിഡിൽ ഈസ്റ്റിലെ മറ്റ് റോമ ഗ്രൂപ്പുകളും ഉൾപ്പെടുന്നു. അവർക്കൊരു ചീത്തപ്പേരുണ്ട്. അവർ ശരിക്കും അടിച്ചമർത്തപ്പെട്ടവരാണ്. ആരും അവരുമായി ഇടപഴകാറില്ല. കാരണം അവർ സമൂഹങ്ങളിൽ ചേരുന്നില്ല. ആളുകൾ അവരെ ഭയക്കുന്നു. അവരുടെ പാരമ്പര്യങ്ങളും നിലവാരങ്ങളും അവർ ചേരുന്ന സമൂഹങ്ങളുമായി പൊരുത്തപ്പെടുന്നില്ല. ഇന്ന് ഞങ്ങൾ ബൾഗേറിയയുടെ തലസ്ഥാനമായ സോഫിയയിലെത്തി. ഇപ്പോൾ ഇയുവിലാണെങ്കിലും മുൻപ് സോവിയറ്റ് യൂണിയന്റെ ഭാഗമായിരുന്നു പിളരുന്നതിന് മുൻപ്. ഇവിടെ ഇപ്പോൾ സമയം നിശ്ചലമായതുപോലെ തോന്നുന്നു. ഇവിടുത്തെ കെട്ടിടങ്ങളും തെരുവുകളും ട്രെയിനുകളും കാണുമ്പോൾ ഇപ്പോഴും സോവിയറ്റ് യൂണിയന്റെ ഭാഗമാണെന്ന് തോന്നുന്നു. ഒരു ചെറിയ പ്രദേശം മോസ്കോയുടെ ഒരു കുഞ്ഞു പകർപ്പ് പോലെ തോന്നും. ഇന്ന് ഞങ്ങൾ ഇവിടെയുള്ള റോമാക്കാരെ പരിചയപ്പെടാൻ പോയി. ഇതാണ് സോഫിയയിലെ ഏറ്റവും വലിയ ജിപ്സി പ്രദേശം. ജിപ്സി സമൂഹത്തിൽ നിന്ന് വളരെ നല്ല ആളുകളുണ്ട്. പക്ഷേ അവരിൽ ഭൂരിഭാഗവും ഇങ്ങനെ ഒരു ചിത്രമാണ് നൽകുന്നത്. ഇപ്പോൾ ഇതുപോലെയുള്ള ഒരു അയൽപ്പക്കത്ത് അവർ അനുമതിയില്ലാതെ വീടുകൾ നിർമ്മിക്കാൻ ശ്രമിക്കും. അവർ ഒരു സ്ഥലം കണ്ടാൽ അവിടെ വീടുകൾ പണിയാൻ തുടങ്ങുന്നു. ആ പുതിയ സമൂഹത്തിൽ അവർക്ക് ബൾഗേറിയക്കാരെയും ബൾഗേറിയക്കാർക്ക് അവരെയും ഇഷ്ടമല്ല. ഈ ഒരു അപകീർത്തി കാരണം അവർ വെള്ളത്തിനും ഒന്നിനും പണം നൽകുന്നില്ല. പൗരത്വമുണ്ടായിരുന്നിട്ടും അവർ ബൾഗേറിയക്കാരെ വെറുക്കും. ബൾഗേറിയക്കാരും അവരെ വെറുക്കും. ഇപ്പോഴും നിങ്ങൾ കാണുന്ന പോലെ ഇത് അവരുടെ അയൽപ്പക്കമാണ്. അവർ സാധനങ്ങളെല്ലാം വെറുതെ നിലത്തെറിയുന്നു. മാലിന്യം എവിടെയെല്ലാം എറിയുന്നു എന്നത് അവർക്ക് പ്രശ്നമല്ല. അവർ ജോലിക്ക് പോകാറില്ല. ആരും അവർക്ക് ജോലി കൊടുക്കാറില്ല. കാരണം അവർ ജോലി ചെയ്യാറില്ല. അവർക്ക് ബൾഗേറിയൻ ഐഡി ഉണ്ട്, പിന്നെ വോട്ടവകാശവുമുണ്ട്. അതവർ വോട്ട് വാങ്ങാൻ ഉപയോഗിക്കുന്നു ഇലക്ഷൻ സമയത്ത്. അവരെ ജിപ്സി എന്ന് വിളിക്കേണ്ടതില്ല. ബൾഗേറിയൻ പദം സിഗ്നി എന്നാണ്. അവർക്ക് റോമി എന്ന് വിളിക്കപ്പെടുന്നതാണ് ഇഷ്ടം. അവർ ഇന്ത്യയിൽ നിന്നാണെന്ന് ഞാൻ കരുതുന്നു. അവർ ഇന്ത്യയിൽ നിന്ന് അവരുടെ പാരമ്പര്യങ്ങൾ കൊണ്ടുവന്നു. കുറച്ചുപേർ അവർ വളരെ നല്ല സംഗീതജ്ഞരാണ്. എന്തുകൊണ്ടാണ് ജിപ്സികൾക്ക് ചീത്തപ്പേരുള്ളത്? ഇവിടെ പലരും ചേരികളിലാണ് താമസിക്കുന്നത്. അവർ മോഷ്ടിച്ചും ബില്ലുകളൊന്നും അടയ്ക്കാതെയും നിയമങ്ങൾ പാലിക്കാതെയും അവർ ജീവിക്കുന്നു. ബൾഗേറിയ ഇയുവിൽ ചേർന്നപ്പോൾ അവർ അതിർത്തികൾ തുറന്നു. എല്ലാ റോമാക്കാരും യൂറോപ്പിലുടനീളം ഇടങ്ങളിലേക്ക് ചേക്കേറി. ബ്രിട്ടനിലും എല്ലായിടത്തും നിങ്ങൾക്ക് അവരെ കാണാൻ കഴിയും. അതുകൊണ്ടാണ് ഞങ്ങൾ സോഫിയയിൽ നിന്ന് 2 മണിക്കൂർ ഡ്രൈവ് ചെയ്യാൻ തീരുമാനിച്ചത്. തുർക്കി അതിർത്തികളിൽ നിന്ന് 2 മണിക്കൂർ അപ്പുറമുള്ള സ്റ്റാറാസഗോറയിലേക്ക്. വിശേഷ ദിവസം നാളെയാണ്. ബൾഗേറിയയുടെ എല്ലാ ഭാഗങ്ങളിൽ നിന്നും കലേച്ചുകൾ എത്തുന്നു. ഏകദേശം 5000 റോമാക്കാർ. നന്ദി, വളരെ നന്ദി. ഞങ്ങളെ സ്വീകരിച്ചതിന് നന്ദി. ഒരു റോമ കുടുംബം അവരുടെ വീട്ടിൽ ഞങ്ങളെ സ്വീകരിച്ചു. വിശേഷ ദിവസത്തിനുള്ള ഒരുക്കങ്ങൾ ആരംഭിച്ചു. അവൾക്ക് എല്ലാമുണ്ട്. അവൾ വസ്ത്രമൊക്കെ ധരിച്ചു തയ്യാറാണ്. പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം വിവാഹത്തിന് വരനെ കണ്ടെത്തുക എന്നതാണ്. വില ആശ്രയിക്കുന്നത് വധുവിനെ വാങ്ങാൻ ശ്രമിക്കുന്ന ആൾ അനുസരിച്ചാണ്. അതിനെ ആശ്രയിച്ചിരിക്കും. ഇപ്പോൾ പെണ്ണിന് ആണിനെ ഇഷ്ടമായാൽ അവർ വില കുറയ്ക്കാം. 10, 20, 20,000. 20,000? അതെ, 10, 20,000. ഒരേ വിഭാഗം കലൈച്ചി ഒരേ വംശത്തിലാണെങ്കിൽ മാത്രമേ അംഗീകരിക്കപ്പെടുകയുള്ളൂ. ഇവരുടെ മകൾ നാളത്തേക്ക് തയ്യാറാണ്. ഇവർ പറയുന്നത് ഈ കുട്ടിയുടെ വില 10 മുതൽ 20,000 വരെ ആണെന്നാണ് ബ്രൈറ്റ് മാർക്കറ്റ്. അവർക്ക് മറ്റൊരു സഹോദരിയുണ്ട്. അവളുടെ വിവാഹം ഇതിനകം കഴിഞ്ഞാണ്. ഇത് കല്യാണത്തിലാണ് മാർക്കറ്റിൽ വിൽക്കപ്പെട്ട ഇവളുടെ സഹോദരി. ഇത് കല്യാണത്തിൽ നിന്നാണ്. എല്ലാവരും അവളോടൊപ്പം പോകുന്നുണ്ട്. അവളുടെ അമ്മയും. എല്ലാവരും ബ്രൈറ്റ് മാർക്കറ്റിൽ പോകാൻ ഒരുങ്ങുന്നു. ഈ വിശേഷ ദിവസത്തിന് ഒരുങ്ങുവാൻ. ഏതാണ്ട് സോഷ്യൽ മീഡിയ പോലെയാണ്. പക്ഷേ യഥാർത്ഥത്തിൽ ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും പരസ്പരം കാണും. അവർ വില ചോദിക്കുന്നു, വിവാഹം കഴിക്കുന്നു. ശരി ഗൈസ്, നമ്മളിപ്പോൾ ഒരു കലേച്ചി കുടുംബത്തിലാണ്. ഇതാണ് ഇവരുടെ വീട്. നമ്മളിപ്പോൾ അവരെ കണ്ട് സംസാരിക്കും. കാരണം ആ വലിയ ദിവസം നാളെയാണ് ബ്രൈറ്റ് മാർക്കറ്റ്. നാളെ ഇവർ വിൽക്കപ്പെടും. അവർക്ക് യാത്ര ചെയ്യാനും സഞ്ചരിക്കാനും ഇഷ്ടമാണ്. അവ സ്വകാര്യവുമാണ്. നിങ്ങൾക്ക് അവരുടെ കുറച്ചു പേരുടെ വീടുകൾ സന്ദർശിക്കാം. അവയിൽ ചിലത് നല്ലതാണ്. റോമാക്കാർക്കൊരു ചീത്തപ്പേരുണ്ട്. ഇപ്പോൾ ഇത് റോമയിൽ നിന്നുള്ളൊരു വംശം പോലെയാണ്. മിക്കവാറും ഞാൻ ഇന്ന് എൻ്റെ ഹസ്ബൻഡിനെ കണ്ടെത്തും. അവർ തയ്യാറെടുക്കുകയാണ്.
ഇന്ന് നിന്നെ വിൽക്കുമെന്ന് അവർ പറയുന്നു. അങ്ങനെ നിന്നിലൂടെ അവർക്ക് ധാരാളം പണം ലഭിക്കുമെന്ന്. അവൾ മേക്കപ്പ് ഇട്ടു. ഈ ദിവസത്തിന് അനുയോജ്യമായൊരു വസ്ത്രം തിരഞ്ഞെടുത്തു. കലേർച്ചി വംശം സ്വന്തം കുടുംബത്തിൽ നിന്നല്ലാതെ മറ്റാരെയും വിവാഹം കഴിക്കില്ല. അവരെല്ലാം റോമകളാണെങ്കിൽ പോലും അത് അവരുടെ വംശത്തിൽ നിന്നായിരിക്കണം. ഇതൊരു പാരമ്പര്യം പോലെയാണ്. അതെ, അവളുടെ സൗന്ദര്യത്തിന് അയാൾ വില കൊടുക്കണം. 4 വർഷം മുമ്പ് ഈ പെൺകുട്ടി ഒരു ഡോക്യുമെൻ്ററിയിലുണ്ടായിരുന്നു. അവൾ ബ്രൈഡ് മാർക്കറ്റിൽ പോയപ്പോൾ അവർ അവളെ വീഡിയോയിൽ പകർത്തി. ഇതുവരെ അവൾ എല്ലാ വർഷവും പോകുന്നുണ്ട്, എന്നാൽ വിവാഹം കഴിച്ചിട്ടില്ല. വെളുപ്പ് കൂടുന്തോറും ഇവിടെ പെൺകുട്ടികൾ സുന്ദരികളായി കണക്കാക്കപ്പെടുന്നു. വെളുത്ത നിറവും നീല കണ്ണുകളും. മുൻപൊരിക്കൽ ഒരാൾ 40,000 ലെവ നൽകി. ആ വധുവിന് വെളുത്ത ചർമ്മവും നീല കണ്ണുകളുമായിരുന്നു. അതെ, നമുക്ക് മാർക്കറ്റിലേക്ക് പോകാം. അവർ നിന്നെ ഒരുപാട് പണത്തിന് വിൽക്കാൻ പോകുന്നു. ശരിക്കും? അപ്പൊ നിങ്ങളാണോ എൻ്റെ അമ്മ? ആളുകൾ വരാനും ഇവിടെ ഒത്തുകൂടാനും തുടങ്ങിയിരിക്കുന്നു. വരുന്ന ആളുകളുടെ എണ്ണം വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. പെൺകുട്ടികൾ മാത്രമല്ല, ആൺകുട്ടികളും സ്വർണം ധരിക്കുന്നു. എല്ലായിടത്തും അവ ധരിക്കുന്നു. മോതിരങ്ങൾ, ചെയിനുകൾ, വിലയേറിയ സ്വർണം. അത് സമ്പത്തിനെ സൂചിപ്പിക്കുന്നു. പെൺകുട്ടികളെയും ആകർഷിക്കുന്നു. ബ്രൈഡ്സ് മാർക്കറ്റ് അല്പസമയത്തിനുള്ളിൽ ആരംഭിക്കും. അപ്പോൾ നിങ്ങൾക്ക് 15 വയസ്സും ഈ കുട്ടിക്ക് 16 വയസ്സുമാണോ? അവർ എല്ലാ വർഷവും ഇവിടെ വരുന്നു. ഇവിടെ കുറേ സ്ത്രീകളുണ്ട്, പക്ഷേ എനിക്ക് ആരെയും ഇഷ്ടപ്പെട്ടില്ല. എല്ലാവർക്കും ഒരു മെർസിഡീസ്. എന്തുകൊണ്ട്? കാരണം അതാണ് മികച്ചത്. ഇതാണോ നിങ്ങളുടെ ഭാര്യ? ഇതുവരെയല്ല, ചിലപ്പോൾ ഉടനെ തന്നെ അല്ലേ? നാളെ. ശരിക്കും ആരോ ഒരാൾ അയാളുടെ ഭാര്യയെ കണ്ടെത്തി. അവർ സമ്മതിച്ചു. അവർ 2 വർഷം മുമ്പ് വിവാഹിതരായി. പക്ഷേ അവർ 7 വർഷം മുമ്പ് ഇവിടെ വെച്ച് കണ്ടുമുട്ടി. അവർക്കിപ്പോൾ കുട്ടികളുണ്ടോ? അതെ, അവർക്ക് ഒരു കുട്ടിയുണ്ട്. നിങ്ങൾ ബൾഗേറിയനാണ്, പക്ഷേ നിങ്ങൾ അവരുടെ കൂട്ടത്തിൽ അല്ല, ജിപ്സികളുടെ കൂട്ടത്തിൽ നിന്നല്ല. അതുകൊണ്ട് എനിക്കിവിടെ ഒരു വിവാഹം കഴിക്കാനോ ഒരു ഭാര്യയെ കണ്ടെത്താനോ കഴിയില്ല. അപ്പോൾ അവർ ഇവിടെ കാത്തിരിക്കുന്നു. അവർക്ക് ചില പെൺകുട്ടികളെ അറിയാം, പക്ഷേ അവർ കാത്തിരിക്കുകയാണ്. കൂടാതെ അവർ ഇവിടെ ഭാര്യമാരെ അന്വേഷിക്കുകയാണ്. ഒന്നാമതായി അവർ കന്യകമാരെയാണ് നോക്കുന്നത്. കന്യകയായിരിക്കുക എന്നത് പ്രധാനമാണ്. ചെറുപ്പമായിരിക്കണം. മുഖമാണ് കൂടുതൽ പ്രധാനം. 20 വയസ്സിന് മുകളിൽ പ്രായമുണ്ടെങ്കിൽ വില കുറയും. എന്താണ് നടക്കുന്നതെന്ന് വെച്ചാൽ എല്ലാവരും ഒരു പെൺകുട്ടിയെ പരിചയപ്പെടുന്നു, പിന്നെ അവർ വില പേശുന്നു. യൂറോപ്പിൽ ഇവിടുത്തെ പെൺകുട്ടികൾ ഒരു ഉൽപ്പന്നം പോലെയാണ് കണക്കാക്കപ്പെടുന്നത്. അതുകൊണ്ടാണ് യൂറോപ്യൻസ് ഇവിടെ